ഉണ്ണേ അല്ല ആളാതിയാ. ഇത് കുളിക്കുമ്പോ ദൂരേക്കല്ലേ എപ്പോഴും ഇതന്നെയല്ലേ ഉണ്ണേ? നീ സുമാരേട്ടന്റെ കടയുടെ അവിടെ വെക്കല്ലേ പറഞ്ഞേ? അല്ല ഞാന് അവിടെ നിന്നാ ശരിയാവില്ല, അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതാകുമ്പോ നാരങ്ങളും കുടിച്ച് എന്റെ പൈസ കൊടുത്തില്ല അല്ലേ? ഞാൻ കൊടുത്തിട്ടാ. എന്റെ മേടിച്ചു. സമാധാനായി. ഇനി പോലെ എന്താ നമ്മുടെ കാര്യം? നിന്റെ കാര്യം എന്നറിയാ പ്രശ്നം, ഈ MBBS പാസ്സായതൊന്നും നല്ലൊരു വക്കീലാവൂല. അതെ അതെ, അത് പാസ്സായത് മാത്രം പോരാ, എതിർഭാഗം വക്കീലിനോട് പോരടിക്കാനും വിൽ പവർ നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെന്ത് വേണം? നല്ലൊരു വക്കീലിന്റെ കൂടെ നിൽക്കണം. നീ കാട് കയറി പറയാതെ ഇപ്പൊ ഒരു കേസ് കിട്ടിയാലേ എനിക്ക് അങ്ങോട്ട് ഉഷാറാവാൻ പറ്റുള്ളൂ. വീട്ടിൽ സ്വസ്ഥതയില്ല, നാട്ടുകാരൊക്കെ കളിയാക്കാണ് കേസില്ല വക്കീൽ എന്ന് പറഞ്ഞിട്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ ചോദിച്ചോട്ടെ, നീ എനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു നല്ല വക്കീലിനൊന്ന് പരിചയപ്പെടുത്തി താ. നല്ല വക്കീല്? രാഘവൻ വക്കീല് എന്റെ വലം കൈ. എന്റെ അമ്മോ, കൂടെ നിന്നാ മതി. അത് ഞാൻ കേട്ട്. രാഘവൻ വക്കീലിനെ നീ ഒന്ന് പരിചയപ്പെടുത്തി. എന്റെ ഉള്ളിൽ IPC സെക്ഷൻസുകൾ ഇങ്ങനെ തിളക്കാണ്. എനിക്കതങ്ങോട്ട് ഒന്ന് എവിടെയെങ്കിലും ഒന്ന്. ഞാനെല്ലാം റെഡിയാക്കി തരാം, പക്ഷെ നമ്മളെ കാണണം. എന്റെ ഉണ്ണി അത് ഒരു സോഡ നാരങ്ങളും കൂടി ഉണ്ണിക്ക്. ഉപ്പ് വേണം, മധുരം വേണം, അല്ലെങ്കിൽ ഉപ്പ് മധുരം കേട്ടോ. അത് കൊടുക്ക്. ജീര സോഡ, ജീര സോഡ അത് മതി. ഒരു സിഗരറ്റ് തന്നെ, പിന്നെ 2-3 പാക്കറ്റ് പാർസൽ വീട്ടിലെ കുഞ്ഞക്ക്. കൂട്ടിട്ടുണ്ട് കാര്യമില്ല, പൈസ വേണ്ടേ? ഇതിന്റെ പൈസ ഞാൻ തരാം. എടാ കള്ള പന്നി ഉണ്ണി, നീ എന്റെ വീട്ടിൽ വന്നിട്ട് സർവേ കല്ല് മാറ്റിയിടുവല്ലേ? ഉണ്ണി ചെന്നടിക്കവനെ, ആദ്യത്തെ കേസാണ്. ഞാൻ പോയിക്കോളാം. ഇളയച്ചന്റെ അവിടെ വന്ന് സർവേ കല്ല് മാറ്റിയിട്ട് ആരെയാടാ നിന്നെ അളവ് പഠിപ്പിച്ചത്? ടൈലർ ഭാസ്കർ എടുത്ത് അളക്കാനുണ്ടായി തുണിക്കടയില്. ഇനി മേലിൽ എന്റെ കോമ്പൗണ്ടിൽ കയറി അയാളുടെ ഒപ്പം നിന്ന് എന്തെങ്കിലും കാണിച്ചാല് നിന്റെ ചെപ്പക്കുറ്റി ഞാൻ അടിച്ച് പൊളിക്കും. മിസ്റ്റർ, ഹലോ, ഐ എം അഡ്വക്കേറ്റ് മന്മഥൻ LLB. അതിന് നിങ്ങളിപ്പോ ഈ കാണിച്ചതിന് മര്യാദയ്ക്കുന്ന ഒരാളെ നിങ്ങൾ ദേഹോപദ്രവം ചെയ്തതിനും IPC 294B, IPC 341, IPC 323, അതായത് ചീത്ത വിളിച്ചതിന്, തടഞ്ഞു നിർത്തിയതിന്, ദേഹോപദ്രവം ചെയ്തതിനും നിനക്കെതിരെ ഞാൻ കേസ് എടുത്ത് നിന്നെ ഞാൻ അകത്താക്കി പരമാവധി ശിക്ഷ വാങ്ങിത്തരും. എന്നെ നീ അകത്താക്കും? മര്യാദക്കെല്ലാം നിനക്കും കിട്ടും. അകത്താക്കാൻ നടക്കണം, കടവാവല് പോലെ ഇറങ്ങിയൊക്കെയാണ്. എന്താ സംഭവം? നീ ഒന്ന് സഹായിച്ചത്, ഓൻ്റെ അച്ഛനും ഓൻ്റെ ഇളയപ്പനും തമ്മിൽ ഒരു അതിർത്തി പ്രശ്നം. അപ്പോൾ ഒരു വൈ ഉണ്ടായി, അതിന് കുറച്ച് പിടിക്കാൻ പറഞ്ഞു. ഞാൻ മൊത്തം വൈ ഒഴിവാക്കി മറ്റവർക്ക് കൊടുത്തു. ഇവനറിഞ്ഞ് അറിഞ്ഞിട്ടാണ് ഈ പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, പേടിക്കണ്ട, നമുക്ക് ഇവനെതിരെ കേസെടുക്കാം. ആര് വക്കീല്? ആ ബാധിക്കും, എൻ്റെ ആദ്യത്തെ കേസായില്ലേ. അപ്പൊ ഞാൻ ജീവിതത്തിൽ പുറത്തിറങ്ങൂല. ഇനി അങ്ങനെ സംഭവിച്ച കേസ് ഞാൻ ഏറ്റെടുത്ത് ഞാൻ ഉണ്ണിയെ പുറത്തിറക്കും. വരുന്നുണ്ടല്ലോ, തല കണ്ടോടത്തുനിന്ന് പിന്നെ ഗതി പിടിച്ചിട്ടില്ലേ കുടുംബം മറണ്ടാണ്ട് നിൽക്കുന്നീ നാക്ക് പൊഴുത്തിറങ്ങിയ കോച്ചിയിൽ പോയിട്ടേ വലിയ സായിപ്പായിരുന്ന വിചാരം. എന്നോടാ കളിക്കണവൻ. എന്താണ്ടാ നീ കിടന്ന് പോകണേ? എന്താണ്ടാ ഉള്ളിയേ നീ തല്ലിയാ? തല്ലി. എന്താ ഈ ചക്കന് തനിക്ക് ഭ്രാന്താണ്? നീ പേടിക്കണ്ട, അതാ നോക്കി ഞാൻ കേസ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ധൈര്യമായിട്ടിരിക്കുന്നത്. കേസ് കൊടുക്കുന്നുണ്ട് നല്ലൊരു വക്കീല്, ബാധിക്കും. നമസ്കാരം സാർ, അഡ്വക്കേറ്റ് മന്മഥൻ LLB. നമസ്കാരം. നിങ്ങൾ വക്കീലാണ്? ഞാൻ വിചാരിച്ച പ്രശ്നത്തിന് ഇവിടെ വന്ന് നിൽക്കാന്ന്. അല്ല, എന്താ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങള് ഒരു കേസിന്റെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, അത് ശരി. ശരി ശരി. അതെ, നിങ്ങൾ ഇതുവരെ കേസ് എന്തെങ്കിലുമൊക്കെ ബാധിച്ച് ജയിച്ചിട്ടുണ്ടോ? പിന്നെ എത്രയോ കേസ്, ഒരുപാട് കേസ്. അതെ. അല്ല, ഇപ്പൊ എനിക്ക് അതിർത്തി തർക്കാണ്. അതിന് വാദിച്ചിട്ട് അവസാനം എന്നെ കൊലക്കാരിൽ കയറ്റുവോ? എന്താ സാർ കേസിന്റെ ഏൽപ്പിച്ചു നോക്കൂ. അതിനെ ഇത്തിരി ഉങ്ക് കൂടിയുണ്ട്. അതിന്റെ കൊമ്പൊന്നും ഒടിച്ചില്ലെങ്കിലേ ശരിയാവില്ല. ഞാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കൊലക്കേസും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുമല്ലേ സാർ? അല്ല, ഉങ്ക് തീർക്കണമെങ്കിൽ. അല്ല, അതല്ല, അതിപ്പോ നിങ്ങൾ കേസ് എടുത്താലും ഇല്ലെങ്കിലും ഞാൻ അവനെ കൊല്ലും, ആ കാര്യം ഉറപ്പാണ്. അപ്പൊ സിവിലും ക്രിമിനലും എനിക്ക് രണ്ടും ഉണ്ട്. എനിക്ക് അത് നമുക്ക് ആലോചിക്കാം. ഞാൻ എന്തായാലും കാണാം. നമ്മള് കേട്ടോ. ശരി, അറിയില്ലേ, നമ്പറൊക്കെ മേടിച്ച് നോക്കി അതെല്ലാം ഉണ്ട്, കാണാം നമുക്ക്. ശരി എന്നാ. ഒരു കേസായല്ലോ, രക്ഷപ്പെട്ടു. ഉണ്ണിയെ ഞാൻ കാണേണ്ട പോലെ കേട്ടോ.
സത്യേട്ടാ. മൊയ്തോ ആ, എവിടേക്കാണ്? ഞാൻ പഞ്ചായത്തിലേക്ക് എങ്ങോട്ടാ? ഞാൻ ആ കേസിന്റെ കാര്യത്തിന് വേണ്ടി പോവാണേ. അല്ല, ആ പറമ്പിന്റെ കേസ് ഇതുവരെ തീർന്നില്ല. അത് എവിടെ തീരണ? സിവിൽ കേസ് അല്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോ ഇങ്ങനെ പോണം. ആ കേസ് തുടങ്ങണ കാലത്ത് ഞാൻ മെമ്പറാ. ഇന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാ. കൊല്ലം 8 അങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പോഴും കേസ് നടക്കുക. അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അല്ല സത്യേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തായാലും നിങ്ങളൊരു ചോരയാണ്, ഏട്ടനും അനിയനാ. ഇതങ്ങോട്ട് പറഞ്ഞ് കോംപ്രമൈസ് ആയിക്കോട്ടെ, ഞാൻ വേണമെങ്കിൽ ഇടപെടാം. നടക്കാത്ത കാര്യങ്ങളിൽ വെറുതെ വർത്തമാനം പറഞ്ഞാൽ നമ്മൾ വെറുതെ അലോഗ്യവും. അതിന് നിൽക്കണ്ട. നിങ്ങൾക്ക് പ്രായം എത്രയാന്ന് അറിയാം? എനിക്ക് പ്രായം എത്രയായാലും ഞാൻ ചാത്താ പോലും ഞാൻ അവനെ എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട, എനിക്ക് അവനെ കാണുകയും വേണ്ട. ശീതള, ശീതള, നിങ്ങൾ അച്ഛനെ മറന്നൂലേ? അച്ഛന് വിശന്നിട്ട് വയ്യ മക്കളെ. 2 കൊല്ലായിട്ട് നിങ്ങൾ അച്ഛനൊന്നും തന്നില്ലല്ലോ. നിങ്ങൾ ബാഹുബലി നടത്തിയോ? ബാഹുബലിയോ? ബാഹുബലി അല്ല, വാവിന് ബലി നടത്താറുണ്ടോന്ന്. അച്ഛന് വിശന്നിട്ട് വയ്യടാ. വിശക്കട്ടെ, അച്ഛന് നല്ലോണം വിശക്കട്ടെ. എടാ, അങ്ങനെ കണ്ണിച്ചോറില്ലാത്ത വർത്താനം പറയല്ലേ ചെയ്തടാ. അച്ഛനല്ലേ മുക്കാസിന്റെ കൂടുതൽ ചേട്ടന് കൊടുത്തത്, അവിടെ പോയി പറ വിശക്കണോന്ന്. എന്താ മണ്ടുമോളെ നീ പറയുന്നത്? ഞാൻ 2 ആൾക്കും ഒരുപോലെയല്ലേ സ്ഥലം തന്നത്? എന്തെന്നായാലും ഞങ്ങൾക്കല്ലേ നഷ്ടം. നിങ്ങൾ ഏട്ടനെ അനുജന് സ്ഥലത്തിന്റെ പേരും പറഞ്ഞ് മത്സരിച്ചിട്ട് അച്ഛനെ മറന്ന് അച്ഛനെ പട്ടിണിക്കിട്ട അച്ഛൻ ആത്മഹത്യ ചെയ്യും. ശീതള, ശീതള, അച്ഛന് വിശക്കണടാ ശീതള. കൊല്ലം അച്ഛന് വലിയടാ ശീതള. അച്ഛന്റെ ആത്മാവിധിയൊക്കെ ചുറ്റി കറങ്ങും ചെയ്തളാ. വെറും മുക്കാൻ തന്നെയല്ലേ ചെയ്തളോ. അത് വഴിക്ക് കൊടുത്തു എന്ന് കരുതി സമാധാനിച്ചു വിടറ ചെയ്തളാ. ചെയ്തളോ.